ഹായ് ഡിയേഴ്സ്, മഹാലക്ഷ്മിയിലെ ലേറ്റസ്റ്റ് പ്രമോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ഹോസ്പിറ്റലിൽ എല്ലാവരും കരുണേനെ കാണാനായിട്ട് വെയിറ്റ് ചെയ്തിട്ടാണുള്ളത്. കരുണേനെ കണ്ടിട്ട് എങ്ങനെയാണ് കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ പറയേണ്ടതെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. എന്ത് പറഞ്ഞാണ് കരുണമോളെ ആശ്വസിപ്പിക്കുക എന്നുള്ളൊരു ചിന്തയിലാണ് എല്ലാവരും നിൽക്കുന്നത്. ഈ സമയത്ത് ഡോക്ടർ വന്നിട്ട് ഉണ്ണിയോട് പറയുന്നുണ്ട്, കരുണ വല്ലാത്തൊരു അവസ്ഥയിലാണുള്ളത്. അവളുടെ ശരീരത്തിലാകെ എന്തോ ഒരു വിഷം പടർന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് എടുക്കേണ്ടതെന്നും അതിനെതിരായിട്ട് എന്താണ് ചെയ്യണമെന്നും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അവളുടെ ജീവൻ ഓരോ നിമിഷം വൈകുന്നോറും മോശാവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തോ ഒരു വിഷം അവളുടെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഈ സമയത്താണെങ്കിലും മുത്തശ്ശി ഇത് കേട്ടിട്ട് ഉണ്ണിനോട് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ വൈദ്യൻ തന്നിട്ടുള്ള പച്ചമരുന്ന് എങ്ങാനും കരുണമോളായിരിക്കും കുടിച്ചിട്ടുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ ഉണ്ണിനോടും പ്രതാപനോടും പറയുന്ന സമയത്ത് ഉണ്ണി പറയുന്നുണ്ട്, അത്രയും ശ്രദ്ധിക്കാതെ എന്തിനാണ് ഇതൊക്കെ ചെയ്തത്, ഇതൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ അവളോട് ആദ്യമേ പറഞ്ഞു. മഹാലക്ഷ്മിനെ ഇല്ലാതാക്കാൻ നിന്നിട്ട് അവൾക്ക് തന്നെയല്ലേ എല്ലാ അവസ്ഥകളും വരുന്നതെന്നൊക്കെ ഞാൻ അവളോട് ആദ്യമേ പറഞ്ഞെന്നൊക്കെ ഇങ്ങനെ ഉണ്ണി തിരിച്ച് മുത്തശ്ശിനോട് പറയുന്നുണ്ട്. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, നിങ്ങൾ ആ പാചകത്തിൽ പച്ചമരുന്ന് കലർത്തിയത് വേറെ റെഡിയായ രീതിയിലാണ്, പക്ഷെ എങ്ങനെയാണ് എപ്പോഴാണ് മാറിയത് ഞങ്ങൾക്ക് മനസ്സിലായില്ല. കരുണമോളെ എങ്ങനെ രക്ഷിക്കണമെന്ന് അറിയില്ല. ഈ ഒരു പച്ചമരുന്ന് കലർത്തിയപ്പോൾ അയാൾ പ്രത്യേകം പറഞ്ഞതാണ്, ഇത് ഓരോ ദിവസം കഴിയുന്തോറും അവളുടെ ശരീരത്തിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ട് എന്തായാലും മരിക്കുക തന്നെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താ ചെയ്യാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഭയങ്കര വെപ്രാളപ്പെടുന്നുണ്ട് മുത്തശ്ശിയാണെങ്കിൽ. പ്രതാപനും മുത്തശ്ശിയും ഉണ്ണിയൊക്കെ ആണെങ്കിൽ ആകെ ഭയങ്കരമായിട്ട് തളർന്നിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഉള്ളത്. മഹാലക്ഷ്മിക്കെതിരായിട്ട് നടത്തിയിട്ടുള്ള അവരുടെ എല്ലാ പ്ലാനുകളും തിരിച്ചടിയായിട്ട് കരുണമ്മക്കാണ് വന്നിട്ടുള്ളത്. അതുമാത്രമല്ല കരുണമ്മോളുടെ കുഞ്ഞിനെയും കൂടി അവർക്ക് നഷ്ടപ്പെട്ടിട്ടാണുള്ളത്. ഇനിയിപ്പോൾ കരുണയുടെ ജീവൻ എത്രത്തോളം അപകടത്തിലായിരിക്കും, എങ്ങനെയാണ് ഈ ഡോക്ടർമാരും നഴ്സുമാരൊക്കെ കരുണേനെ രക്ഷിക്കാന്നൊക്കെ അറിയില്ല. കാരണം എങ്ങനെയാണ് അവർക്ക് ആ പച്ചമരുന്ന് എങ്ങനെയാണ് അവരുടെ ശരീരത്തിൽ നിന്ന് തിരിച്ചെടുക്കേണ്ടതെന്നൊന്നും മനസ്സിലാവുന്നില്ല. ഇനിയിപ്പം അവളെ രക്ഷിക്കാനായിട്ട് ചിലപ്പോൾ ഈ ഒരു വൈദ്യനോ അല്ലെങ്കിൽ ആ പച്ചമരുന്ന് കണ്ടുപിടിച്ച അവൾ തന്നെ വരേണ്ടി വരും, അല്ലാതെ അവൾ എന്തായാലും രക്ഷിക്കാൻ കഴിയില്ല. അപ്പം മോഹിനിയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ മഹാലക്ഷ്മിനെ വിളിച്ച് പറയുന്നുണ്ട്, ഇങ്ങനെ കരുണമോളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടാണുള്ളത്, കരുണമോളുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇനി കരുണമോളുടെ ജീവൻ തിരിച്ച് കിട്ടുമോ അല്ലെ കരുണമോൾക്ക് എന്തെങ്കിലും അസുഖം വരുമോ എന്നൊന്നും നമുക്കറിയില്ല എന്നൊക്കെ ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ മഹാലക്ഷ്മിക്ക് ഭയങ്കരമായിട്ട് സങ്കടമാവാണ് ചെയ്യുന്നത്. കാരണം മഹാലക്ഷ്മി കരുണമോളെ സ്വന്തമായിട്ടുള്ള ഒരു അനിയത്തിനെ പോലെയാണ് ഇതുവരെയും കണ്ടിട്ടുള്ളത്. അപ്പോൾ സ്വന്തം അനിയത്തി ഇങ്ങനെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആണ്, സ്വന്തം അനിയത്തിയുടെ കുഞ്ഞ് ഇങ്ങനെ മരിച്ചു എന്നൊക്കെ പറയുമ്പോൾ മഹാലക്ഷ്മി ഭയങ്കരമായിട്ട് സങ്കടപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവൾ നേരെ പോയിട്ട് കണ്ണനോട് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, അവരവർ ചെയ്തിട്ടുള്ള തെറ്റുകൾക്ക് ഫലமாக അവരവരെ അനുഭവിക്കണം, അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട്, എന്തായാലും ആ ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോകണമെന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, ഈ അവസ്ഥ നിനക്കാണ് വന്നതെങ്കിൽ ഇവരൊക്കെ കൈകൊട്ടി ശരിക്കും, ഇതിപ്പോൾ നിൻ്റെ ഇത്രയും നല്ലൊരു മനസ്സ്, നിനക്ക് അവളോടുള്ള സ്നേഹം കൊണ്ടാണ് നിനക്ക് അവളെ കാണാൻ പോകണമെന്നൊക്കെ തോന്നുന്നത് മഹാലക്ഷ്മിയോട് കണ്ണൻ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ കണ്ണനെ നല്ലപോലെ നിർബന്ധിച്ച് മഹാലക്ഷ്മി ആണെങ്കിൽ കണ്ണനെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് കരുണേനെ കാണാനായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെയാണ് ഇന്നത്തെ പ്രമോ റിവ്യൂ ഉള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.